ഇന്ന് ഫുൾ ഇന്ന് ബോഗാണ്. നാളെ നമുക്ക് അർപ്പ് കയറാം. നാളെ ബാബു വരും. ബാബു വെൽക്കം ടുമാറോ ബ്രോ. ആനിമി കാർട്ടൂൺ അല്ല അണ്ണ. ഓക്കെ സാധനം വരെ പൊങ്ങി. എന്താ ഇത്? എനിക്കിത് കണ്ടിരിക്കാൻ പറ്റൂല സത്യമായിട്ടും. ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. എനിക്കിത് കാണാൻ പറ്റില്ല. എൻ്റെ അറിവിൽ ഇത് കാർട്ടൂണാണ്. മിസ്സിംഗ് ബോബൂട്ടൻ പുതിയ സാധനം വന്ന് കുറച്ച് പരിഷ്കാരം നമ്മുടെ സ്ട്രീമിങ്ങിനെ അപ്ഗ്രേഡ് ചെയ്തോണ്ടിരിക്കണം ഓരോ ദിവസവും. കൊലം മാറണത് ഇന്നലെ കൂടെ അച്ഛൻ പറഞ്ഞോളൂ. ഇന്നലെ ലൈവ് കഴിഞ്ഞപ്പോ ഈ ലൈറ്റ് കത്തത്തിന് അച്ഛൻ ഈ സൈഡിലൊന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ ഇപ്പൊ ഒരു തലവേദന ഉണ്ട് ചെറുതായിട്ട്. മാറും മീശയൊക്കെ മുളച്ചതാ. എടാ ഞാനേ ഇവൻ ഇത് ചെയ്തോണ്ടിരുന്ന സമയത്ത്, അതായത് കോസ്പ്ലേ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാന് ഇവന്റെ ഇത് ദുബായ് നിൽക്കുന്ന ടൈമില് റിമൈൻഡർ വെച്ചിരുന്ന് കാണുമായിരുന്നു. ഞാൻ ഇവൻ ഷെഡ്യൂൾ ചെയ്യുമ്പോഴേ ഞാൻ റിമൈൻഡർ ഓൺ ആക്കുമായിരുന്നു കാണും. ഇവന്റെ കൂട്ട് കോസ്പ്ലേ ചെയ്ത ആരും ടി വി ഇല്ല സത്യം പറയാം. മീശ മുളച്ചെന്നൊക്കെ ചോദിക്കാൻ ചെറുതായിട്ടൊരു ഇത് വന്ന് എനിക്കത് ഞാൻ വിളി വിട്ടില്ലത്. ഫേസ് റിവീൽ ചെയ്തില്ല അതിനുശേഷം റിംഗ് ലൈറ്റ് കുറച്ച് പൊക്കി വെക്കാൻ. അച്ഛൻ്റെതാണ്, അത് പൊക്കാൻ പറ്റില്ല. എമർജൻസിയാ അത്. റിംഗ് ലൈറ്റ് അല്ലത്, അത് എമർജൻസിയാ. എക്സിക്യൂട്ടീവ് ഉടുപ്പൊക്കെ ഇട്ട് നിക്കർ പോലില്ല വേദായിട്ടല്ലേ. അത് അങ്ങനെ ഒരുത്തൻ. വെറുതെ ആയില്ല മെസ്സേജ്. എക്സ്പെക്ടിങ് സംതിങ് ഫ്രം യു ബഡി റേവോട്ടെക്സ്. ഓ പിന്നല്ല, ഹി കീപ് ദാറ്റ് എക്സ്പെക്ടേഷൻ ബ്രദർ. kept that expectation. ഇനി ചെയ്യാം റാപ്പിന് ചെയ്യാം ട്രാക്കിന് ചെയ്യാം റാപ്പിനെ ബാഡ്മിൻ ഏത് ചാമ്പ്യൻ ഹാൻഡ് ഓവർ ദ ഷാമ്പ്യൻ തുടങ്ങാം ക്യാമ്പയിൻ വാങ്ങാം മാൻഷൻ മൈക്കിൾ ഞാൻ ടൈസൺ ഗ്രാഫിക്സ് ലൈക്ക് ഫൈറ്റർ റാപ്പിലോ മാന്ത്രികൻ പാട്ടിൽ ഞാൻ വൈദ്യൻ എം ഫോഴ്സസ് ഫോർ ഫ്ലെയിംസ് ഓൺ ദ സ്റ്റേജ് മുട്ടാൻ വന്നാൽ താങ്ങില്ല റേസ് പിന്നിൽ വന്നാൽ കാക്കിന്റെ പേസ് ഒന്നുകൂടെ കൊള്ളാം ബ്രോ. Asking AI to turn Valorant into an anime. അല്ലേലും ഈ വാലറന്റിലെ ഏജൻസിനെയൊക്കെ അതേപോലെ തന്നെ ഇരിക്കണതാണ്. റെയിനെ നോക്കടാ, കിടിലും അല്ലേ. സോമ കുറച്ച് ക്യൂട്ട് ബോയ് ആയിപ്പോയി. റൈസും അതേപോലൊക്കെ തന്നെ ഉണ്ട്. ഓ യോറ് വേറെ ലുക്ക് ആയിട്ടാ. കിൽജോ അതേപോലൊക്കെ തന്നെ ഉണ്ട്. ഗെക്കോ ആ കൊള്ളാം. അതേപോലെ തന്നെ ഫേമിക്സ്. എടാ ഈ സത്യം പറഞ്ഞിട്ടുള്ളൂ, ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതൊക്കെയാണെന്ന് പറയാം, ഭയങ്കര അഡ്വാൻസ്മെൻ്റ് ഒക്കെ ആണെന്ന് പറയാം. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡേഞ്ചറസ് ആണെന്നും പറയാം കേട്ടാ. മറ്റേ ഫോട്ടോഷോപ്പ് എൻ്റെ ഒറിജിനൽ ഇത് കിടക്കുന്നതാണ് കേട്ടോ, എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടും. അപ്പം മറ്റേ എയിൽ ചുമ്മാ ഇത് ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾ നമ്മുടെ കിളി പോവും. എന്ത് ഇതാ, ഞാൻ നിങ്ങളൊരു സാമ്പിൾ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യും, നമുക്ക് അത് ലോഡാകുമ്പോഴത്തേക്കിന് ഇത് കാണാം. 3 മാച്ച് അടുപ്പിച്ച് ലൈവിൽ മൈനസ് അടിച്ചു. -100 റിയാക്ഷൻ ഇൻ സായിബ്. ഇത് നമ്മൾ കണ്ടല്ലേ ഇത്. മഴ കുന്നു പറക്കുന്നത് ഇതൊന്നും ഇല്ലടെ. ഇതാരടേ മഴയില്ല സുമതിയോ നമ്മള് കണ്ട എടാ
പുണ്ടച്ചേ നിന്റെ മൈക്ക് മാറ്റും മയിരേ. ഷുക്കിന്റെ മൈക്ക് ഇപ്പൊ മാറി. ആ മൈക്ക് മാറി, മറ്റേ കുഴിക്കാത്തിരുന്ന് സംസാരിക്കുന്നതൊക്കെയായിരുന്നു. അയ്യോ മൈക്ക് മാറിയത് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. അയ്യോ സൗണ്ട് മാറിയത് എനിക്ക് അറിയത്തില്ലായിരുന്നടാ. ഇത് ഫോട്ടോഷോപ്പ് ഓപ്പൺ ആവൂലേ? ഓ എന്റെ കൊണ്ടുപോയി തോന്നുന്നു എന്നെ. മഴ അല്ലെ കാണാൻ ക്യൂട്ടായിരുന്നു എനിക്ക് പറഞ്ഞൂടെ. എന്തോടെ ജേഴ്സി പശുവാ? ആ ഇല്ല കഴിച്ചില്ല, എന്റെ കൈ മുറിഞ്ഞിരിക്കാം. സത്യല്ലേ പശുവായവൻ. എന്റെ കൈ മുറിഞ്ഞിരിക്കാം. ഞാൻ ഒരു ചാനൽ മാറി തരുമെന്ന്. ഫാഷൻ സെൻസ് ആണോ? ആ ആ ചുക്കി ഇതൊക്കെ എന്ത് ക്രിഞ്ച്. ഇവരെന്തിനാണ് മയില് കുനിഞ്ഞ് കൂടെ കൂടെ ക്യാമറക്കകത്തോട് നോക്കുന്നത്? അത് വാതറന്ന് ഫുഡ് മേടിച്ച് അവള് വാരിത്തന്നത് കണ്ടില്ലേ? ഭയങ്കര ക്രിഞ്ചല്ലേ. ഞാനെ പെണ്ണുങ്ങളടുത്ത് ഇത് കണ്ടോണ്ടിരിക്കുക. ജോക്കി ഞാൻ പെണ്ണുങ്ങളടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നില്ല. അല്ല വയറിഞ്ഞില്ല ഇച്ചിരി. ഈ പെണ്ണിന്റെ പേരെന്താ? അല്ല ഒരു മിനിറ്റ് ടീ ക്യാർപ്പിൽ ഒരു കൊച്ചുണ്ടല്ലോ ഉമ്മാക്കി. അങ്ങനെ ഉമ്മാക്കിയല്ല ഉമ്മുക്കുലിസു. ആ ഉമ്മാക്കിയ അച്ചിയല്ലേ ഭയങ്കര ക്രിഞ്ച്. ഇത് വരച്ചതാണെന്ന് പറയരുത് എൻ്റെ അടുത്ത്. എന്റെ പള്ളി. നോക്കി ഇത് ഫോട്ടോ. ഇത് ഇവിടെ തലയിൽ തേൻ രുചിക്കുന്ന ഫോട്ടോ ആണിത്. ഇത് മേളിൽ ഇതിനെന്തിര്? അത് ജെസ്സിയാണോ? അയ്യോ അത് ജെസ്സിയാണ്, ബെല്ലാരിലെ ജെസ്സിയാണ്. അത് ഇവാവോക്സ് ഒന്നും അല്ല. എന്തും വിളിച്ചു പറയാന്നാണോ ജോക്കി? ആ കൊച്ചിനെ വിചാരിക്കൂലേ കണ്ണാപ്പിയുടെ ഒക്കെ കൂടെ ഇത് ചെയ്ത് അതിന്റെ സ്റ്റാൻഡേർഡ് പോയിന്ന്. ഇവാവോക്സ് അല്ല കേട്ടോ, ഇവാവോക്സ് അല്ല, ജെസ്സിയാണ്. ജെസ്സി. ആനിമി കാണാത്ത ഈകളുടെ ഡിസ്കോഡ് ബോട്ടിന്റെ പേരുകൾ. എന്തിന് ഇതിലോടാവുന്നില്ലല്ലോ? ഇതെന്നെ പറ്റിക്കേട്ടേക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ബ്രൂക്ക്, ചൂപ്പർ, ഫ്രാങ്കി, ജിംബി, ലോക്കോ അലേർട്സ്, മോഡ് ബോട്ട്, മങ്കി ഡി, ലുഫി, നമി, സഞ്ജിയൊക്കെ ആനിമി ക്യാരക്ടറാണോ? ഇതിട്ടാണ് ഞാൻ കാണാത്തത്. ഒരാൾക്ക് സഞ്ജി എന്ന് പേരിടോളൂ ആരെങ്കിലും. സഞ്ജിയാ? സോറോ ഇവിടെ ഇരിപ്പുണ്ട്, അതെനിക്കറിയാം. സഞ്ജി എന്നൊരുത്തിൻ്റെ പേര്. പർപ്പിൾ ടൈഗർ. Guys, I'm sorry not putting live for a few days. I suppose everyone got to know news about our cattle member passing away from my other comrades. I can say is that he is still in our hearts, still in our memories, remembered by, missing by many. Forever in RDC, love you, Cyrex Luca. I will be back streaming by tomorrow until the ഇതെന്ത് പറ്റിയതാ ജോക്കി? ഒരാൾ മരിച്ചുപോയി. ഏത് മറ്റേ ഇതിനകത്ത് RDCയിലെയോ? യഥാർത്ഥത്തിലോ അതോ അതിനകത്തൊന്ന് പോയിന്നാണോ മരിച്ചു? ശരിക്കും മരിച്ചു. ഓ ശരിക്കും? അയ്യോ റെസ്റ്റ് ഇൻ പീസ് ബ്രദർ. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. ഞാൻ അറിഞ്ഞില്ല സത്യമായിട്ടും. അത് ഡേറ്റ് 30 സെപ്റ്റംബർ 1 ഒക്ടോബർ. എൻട്രി ഫീ 500 രൂപ. നീ എടാ ഇതൊരു പ്രൊമോഷൻ സാധനം ഇവിടെ കൊണ്ടുവിടുമ്പോൾ അറ്റ്ലീസ്റ്റ് നോക്കാറുണ്ട്. പക്ഷേ കുറേ പേർക്ക് ഉപകാരമാണ്. ഇവിടെ വാലറന്റ് കളിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി ഗൈസ്. റിയൽ ലൈഫിൽ അറ്റാക്ക് ആയിരുന്നു, ഹേർട്ട് അറ്റാക്ക്. എത്ര വയസ്സിൽ? എൻ്റെ അമ്മോ. ഗൈസ് 30 എന്തോ ഒരു വാലറന്റ് ടൂർണമെന്റ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാം.
എടാ ഇതൊക്കെ എല്ലാരും കേട്ട പാട്ടാണ്. ഇത് കൊറേ ഇതെന്താ ഞാൻ കേട്ടില്ല. ജോക്കി ഇത് ഭയങ്കര എന്താണോ ജോക്കി? ഞാൻ പൈസ കൊടുത്ത് ജയിച്ചതല്ല, അതിന്റെ ലിറിക്സ് കേക്കട്ടെ. ജോക്കി എടാ ഞാൻ കേക്കട്ടെ. എത്ര കൊടുത്തു? ശരിക്കേ ഈ വാസ്തു എണ്ണല്ലേ, അത് ഞാൻ സിനിമയിലെ പാട്ടാന്ന് വിചാരിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഇത് അജ്മൽ ചേർത്തല ബ്രോ ചെയ്തതാണ് ഈ പാട്ട് ബ്രോ. ഞാൻ പറഞ്ഞു തരുന്നതല്ല. അയ്യോ താങ്ക് യു ബ്രോ, താങ്ക് യു അണ്ണാ. ഇവന്റെ വിചാരം കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടാ വ്യൂസ് കയറുന്നതാണ്. ലാസ്റ്റ് കേൾക്കണേ, കണ്ടന്റിന് വാല്യൂ ഇല്ല. നമ്മുടെ ഈഗിളിന് 10K വ്യൂസ് കിട്ടുന്നുണ്ട്, അതുപോലെ ബോൺ ടു ഡൈക്ക് ഒരു വ്യൂസും കിട്ടുന്നില്ല എന്നാ പറയുന്നത്. അപ്പോൾ വ്യൂസ് കിട്ടുന്നതും കിട്ടാത്തതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതായത് ഞാൻ ഇതുവരെയായിട്ടും, അതായത് ചാനൽ തുടങ്ങിയ ഒന്ന് മുതൽ ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ദിവസം പോലും വീഡിയോ ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലിയുണ്ട്, അതുപോലെ എനിക്ക് എൻ്റെതായ ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ടും കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ എൻ്റെ ചാനൽ തന്നെ ഇത് 7ാമത്തെ ചാനലായിട്ടാണ്. അതായത് ഞാൻ ഒരു ചാനലിലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല, കാരണം എനിക്ക് ഇടാൻ ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഇടാൻ ടൈം കിട്ടുന്നത് 7 ചാനൽ എന്തിനാ ബ്രോ തുടങ്ങിയത്? ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലാതെ ഇതിന് പൈസ കിട്ടിയിട്ടൊന്നല്ല. അതുപോലെ ഗൈസ്, അവന് 10K വ്യൂസ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പഠിക്കുന്ന സമയം മുതലേ അവൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, അന്ന് മുതൽ കൊണ്ട് നടക്കുന്ന ചാനൽ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടാണ് ഇത്ര പോലെ വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ അതിൽ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ ചിലവിലല്ല ജീവിക്കുന്നത്. അതുപോലെ എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള പൈസ എൻ്റെ ജോലിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ആവശ്യമില്ല എനിക്ക്. ബ്രോ ഹൂ അറിയൂ ചോക്കി ഇതൊന്നും വെറുതെ പോയി കാണണ എന്ത് കാര്യത്തിന്? അവരെന്തോ വട്ടത്തിനാ പറയണേ. ഇത് നിന്നെയാണ് അതിനകത്ത് പറയുന്നത്. എന്റെ ചെലവിലല്ല ജീവിക്കുന്നത്. നിന്റെ ചെലവിറക്കം താഴെ ബീച്ച് ഇത്ര വെച്ചിട്ട് നിന്റെ ചെലവിനൊക്കെ നേരിട എന്റെ പോരാ. നിന്റെ ചെലവിലൂടെ തരാൻ പണി കൊടുത്ത് ജീവിക്കാ. എന്റെ ചെലവ് നോക്ക് എണ്ടാ. ഇവൻ അണ്ണൻ അറിയാവോ, ഫുൾ കൊണയാണ്. വളരെ മോശമായിരുന്നു കേട്ടോ, നിലവാരമേ പോയി. പിന്നെ ഡോക്കിയെ കണ്ടുകൊണ്ടാണ് നമ്മളെ അത്രയും താഴോട്ട് ഇറങ്ങിയത്. ചിരിയൊക്കെ വന്നാ കേട്ടോ. ഗൈസ്, ഇതിന് മാത്രം ചിരിക്കാൻ എന്തായിട്ടില്ലെന്ന് എനിക്കറിയത്തില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചളി കോമഡിയൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുമ്പോൾ ഇതൊക്കെ ആരാ കാണുന്നത് ലൈവിൽ? അതും ഇവൻ ആക്ച്വലി ഇപ്പം ലോക്കോലാണ് ലൈവ് ഇടലെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ലോക്കോലൊക്കെ കയറിയിട്ട് ഓക്കെ, യൂട്യൂബിലൊക്കെ ആണെങ്കിൽ പിന്നെയും എപ്പോഴെങ്കിലും ആരെങ്കിലും യൂട്യൂബിൽ ഏതെങ്കിലും ചാനൽ എടുക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് കയറി എന്ന് വിചാരിക്കാം. അപ്പോൾ ലോക്കോലൊക്കെ കയറിയിട്ട് ഇവൻ്റെ ഒക്കെ ലൈവ് ആരാടാ ഇതുപോലെ ചളി കോമഡി കാണുന്നത്? അപ്പോൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. വീട്ടില് നിന്റെ അച്ഛന്റെ അതിന്ന് മുമ്പിക്ക് ഇതുപോലെ വരണം. വീട്ടിൽ അച്ഛന്റെ ഫോൺ നോക്കി ചിലപ്പോ ലോക്കോ ഇൻസ്റ്റാൾ ആയിരിക്കും, എന്റെ സ്ഥിരം വ്യൂവർ ആയിരിക്കും. ബ്രോ സി വൺ തിങ്, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതേപോലെ ഞാൻ പറയല്ലേ, നീ 7 വർഷമായിട്ട് നിനക്ക് ചാനൽ, നിനക്ക് ജോലിക്കകത്തുനിന്ന് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നീ അത് നോക്കി നിന്നിട്ട് പിന്നെ എന്തിനാ നീ ചാനൽ തുടങ്ങണേ? ലൈക്ക് ചാനൽ തുടങ്ങിയിട്ട് 7 വർഷം നീ പല ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ചാനലിൽ ഇൻവെസ്റ്റ് ചെയ്ത സമയം കൊണ്ടാണ് ഇതെത്തിയത്. ബ്രോ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ലൈക്ക് അതെന്താ പറയുക, നമുക്ക് അങ്ങനെ
നമുക്ക് അങ്ങനെ അത് ഒരാളുടെ അടുത്ത് ഉണ്ടാവും, അത് പോട്ടെ, കുഴപ്പമില്ല. ലൈക്ക് ഒരാൾക്ക് എന്തെങ്കിലും നല്ല ജോലിക്കകത്തുനിന്നൊക്കെ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കിട്ടുന്നെങ്കിൽ പുള്ളി എന്തിന് വൈ ഷുഡ് യു ഇൻവെസ്റ്റ് യുവർ വാല്യുബിൾ ടൈം ഇൻ മൈ കണ്ടന്റ്സ് ആൻഡ് സ്ട്രീംസ് ബ്രദർ? ഐ എം ആസ്കിങ് യു വൺ ക്വസ്റ്റ്യൻ. റിപ്ലൈ മീ ബ്രദർ. I am asking you that you are spending so much time in my content and streams, and you are finding out all my chalis out there, and you are criticizing that chali, and you are wasting your time. If you don't want money, please don't use us, okay? അത് അങ്ങനെ കുറെ അച്ചികൾ. ഈ തീട്ടത്തിൻ്റെ ഒന്നും ഇവിടെ കൊണ്ടിടല്ലേ ഗൈസ്, ദയവ് ചെയ്ത്. ഞാൻ പറയട്ടെ, ഇത് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് നിങ്ങളുടെ അടുത്ത്. ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ബ്രോ അത് കാണാതിരിക്കുക. എനിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ സ്ട്രീംസ് ഒന്നും കാണാറില്ല. ഞാൻ ഇഷ്ടമല്ലാത്ത ഒരാളുടെയും സ്ട്രീംസ് നല്ല കണ്ടന്റ് കാണത്തില്ല, ഞാൻ ഫോളോ ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഞാൻ അവരെ ഫോളോ ചെയ്തില്ല. നിനക്കിഷ്ടമല്ല, നീ കാണണ്ട ബ്രോ. ആൻഡ് ഒരു കുഴപ്പമില്ല, ഇങ്ങനെ കണ്ടന്റ് ഇട്ടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ദൈവം അത് എൻ്റെ ഡിസ്കോഡിൽ കൊണ്ടിടല്ലേ. ഇമാതിരി തീട്ടപ്പട്ടികളെ ഒന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല, സത്യം ഞാൻ പറയുകയാണ്. ഇങ്ങനത്തെമാരൊന്നും കൊണ്ടുവിടല്ലേ. അവൻ്റെ ചാനലിൽ എന്തോ ഇട്ടോട്ടെ. നിങ്ങൾക്ക് ഇതിനോട്, അതായത് നമ്മൾ പറയണ കോമഡിയും നമ്മൾ പറയണ ഈ സാധനങ്ങളൊക്കെ കാണണം, മനസ്സിലാക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്ട്രീംസ് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കാണണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അല്ലാത്തവന്മാർക്ക് ഇത് മനസ്സിലാവൂല എന്താ പറയണേ എന്താണ്. പിന്നെ ഓരോരുത്തരുടെ ചിരിയുടെ ഒക്കെ ഓരോ ശൈലിയുണ്ട്. ഞാൻ ചിരിക്കണത് എൻ്റെ ശൈലിയിൽ, അവൻ ചിരിക്കണ പോലെ ഞാൻ ചിരിക്കണമെന്നുണ്ടോ? ഇല്ല. മനസ്സിലായോ? അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എങ്ങനെ ചിരിക്കണം, ഞാൻ എങ്ങനെ ഇതാക്കണം എന്നുള്ളതൊക്കെ. അത് ഇയാൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇയാളെ പോലെ എൻ്റെ സ്ട്രീംസ് കാണാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുക, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഈ സാധനം എൻ്റെ അകത്ത് കൊണ്ടിടരുത് ദയവ് ചെയ്ത്. എനിക്കിത് കാണണ്ട. നിങ്ങൾ അവിടെ എന്തോന്ന് വെച്ചാൽ എൻജോയ് ചെയ്തോ. ഇമ്മാതിരി അപ്പിക്കണ്ടന്മാരെ ഒന്നും എനിക്ക് കാണണ്ട, സത്യം പറയാം. വേണപ്പം വെരിഫൈ അങ്ങനെ വേണ്ട പറയണ്ട ബ്രോ. വിട്ടേര് ഇത് ബ്രോ. പുള്ളിക്ക് പൈസ വേണ്ട ബ്രോ. പുള്ളിക്ക് പൈസ ഫെയിം ഒന്നും വേണ്ട. പുള്ളിക്ക് മറ്റേ മോണിറ്റൈസേഷൻ എനേബിൾ ആയിരിക്കും യൂട്യൂബിൽ. അല്ലെ മോണിറ്റൈസേഷൻ എനേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പം ഇവിടെ കൊണ്ടിട്ടപ്പോൾ നമ്മളിത് റിയാക്ട് ചെയ്തില്ലേ. അതാണ് കാര്യം. ഇതാരാ? ഇത് കണ്ടമ്മൈരൻ അങ്ങനത്തെ ഒരു എന്തിനു പറയാൻ.